ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുത്തപ്പനാക്കാവ് എന്ന ക്ഷേത്രത്തിലാണ്. മാർച്ച് മാസത്തിലാണ് ഒരു ഉത്സവം നടക്കാറുള്ളത്. ശ്രീ മുത്തപ്പദേവനാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ. അങ്ങനെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾക്കിടയിൽ എന്റെ ചെരുപ്പും കൂടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങി. ഇനി തിരിച്ചു വരുമ്പോൾ ആ ചെരുപ്പ് അവിടെ തന്നെ കാണുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് സൈക്കിൾ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോക്ക് എടുത്ത് ചെരുപ്പ് രണ്ട് ഏതെങ്കിലും ഗേറ്റിന്റെ കമ്പിയോട് ചേർത്ത് വെച്ച് ലോക്ക് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം എന്റെ ചെരുപ്പ് കട്ടെടുക്കാൻ മാത്രം ഗതികിട്ടവരും ഈ നാട്ടിലുള്ള പോയി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തെയ്യം നേരത്തെ തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവരും തൊഴാൻ വേണ്ടി നിൽക്കുകയാണ്. ചാമുണ്ടി തെയ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തപ്പനെ കൂടാതെ ചാമുണ്ടി ഭഗവതിയുടെ പ്രതിഷ്ഠ കൂടി ഇവിടെ ഉണ്ട്. എനിക്ക് കാവ് കൂടി ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഗേറ്റ് അടിച്ച് പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ അടിച്ചിട്ട് ഗേറ്റ് വരെ മാത്രമേ പോകാൻ പറ്റൂ. ഞാൻ മുമ്പോട്ട് വീഡിയോ ഒരു കാവ് കാണിച്ചിരുന്നല്ലോ, നിലാങ്കരയിലെ കുതിരക്കാളി ഭഗവതി എന്ന ക്ഷേത്രത്തിലെ കാവ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് അങ്ങനെ ചുമ്മാ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി തൊഴാനൊന്നും പറ്റില്ല. അതിനൊക്കെ അതിന്റേതായ സമയവും നേരവും വ്രതശുദ്ധിയൊക്കെ വേണം. അല്ലാതെ അതിനകത്ത് കയറാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ അമ്പലത്തിനകത്തെ സന്ദർശനവും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നല്ല തിരക്കുള്ള ടൗണിൽപ്പെട്ട അവസ്ഥയാണ്. അമ്മാതിരി തിരക്കാണ്. എന്റെ പൊന്നോ. ക്ഷേത്രത്തിന്റെ തൊട്ടുപിറകിൽ പുതിയതായി പണി കഴിപ്പിച്ച ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ആൾ തിരക്കിനിടയിൽ ഭക്ഷണത്തിൽ നിൽക്കുന്ന ക്യൂ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നടത്തത്തിനോട് ക്യൂ കണ്ടുപിടിച്ചു. ക്യൂവിന്റെ നീളമാണെങ്കിൽ അതിനേക്കാൾ ഭയങ്കരം. ഏകദേശം ഒരു 100 മീറ്റർ വരെയെങ്കിലും ഉണ്ടാവും നീളം. അത്ര വരെ നടന്നു നീങ്ങിയും അനങ്ങി എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി. ഒരു 10-20 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാവും. അത്രയും നേരം വരെ നിന്നുകൊണ്ടാണോ എന്നറിയില്ല. കൈയും കാലൊക്കെ തളരാൻ തുടങ്ങി. പോരാത്തതിന് ഒടുക്കത്തെ ചൂട് വേറെയും. നടന്ന് വിളമ്പുകാരുടെ അടുത്തേക്ക് എത്തിയപ്പോ വല്ലാത്തൊരു സമാധാനം ഉണ്ടാ. വിശപ്പ് കലച്ചലായപ്പോ ഭക്ഷണ നിയന്ത്രണവും മറന്നു, ഡയറ്റിംഗ് മറന്നു. ഞാനല്ലാതായി മാറിയ നിമിഷങ്ങളായിരുന്നു അത്. ഭക്ഷണം കൈ കിട്ടിയ ഉടനെ തന്നെ സീറ്റും കൂടി തപ്പിപ്പിടിക്കുക എന്നുള്ളൊരു ടാസ്ക് കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ എന്റെ പരിപാടി അങ്ങ് തുടങ്ങി. ശേഷം പായസം കഴിച്ചതോടുകൂടി ഞാൻ ആ പരിപാടി നിന്നും സമാപ്തി ചെയ്തു. പായസം നന്നായിട്ടുണ്ട്. നല്ല കിടലിനായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലയിടത്തെ പോലെ പരിപ്പും ഗോതമ്പും മുന്തിരിയും ശർക്കരയും ചേർത്തുള്ള സർബത്ത് പോലെയല്ല. നല്ല രീതിയിൽ അറിഞ്ഞു തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്രയായിട്ടും തിരക്കിനൊരു കുറവില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ ക്യൂ നോക്കുമ്പോൾ എത്രത്തോളം നീളുണ്ടായിരുന്നു അതിന്റെ ഡബിൾ ആയിട്ടുണ്ട്.